നീ ആരോഗ്യമുള്ള സ്ത്രീയാണ്, നീ സൗന്ദര്യമുള്ള സ്ത്രീയാണ്, നീ അധികാരമുള്ള സ്ത്രീയാണ്. പക്ഷേ നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തിന് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുതരില്ല. നിന്റെ ശരീരം ആഗ്രഹിച്ചൊരാഗ്രഹം ഉണ്ടല്ലോ, നിന്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ പരസ്പരം ചൂടുപകരണം എന്ന ആഗ്രഹത്തിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുതരില്ല. നീ എന്നെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി തള്ളിക്കോളൂ, ആ ജയിലാണ് എനിക്ക് ഉത്തമം. എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നാണ്. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളും എൻ്റെ കണ്ണിൻ്റെ കള്ളനോട്ടവും എൻ്റെ റബ്ബറിയുന്നുണ്ട്. സലീഹ, നീ വേണമെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയി തള്ളിക്കോളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സലീഹയുടെ മനസ്സിലേക്ക് രക്ഷിതാവിനെ കുറിച്ചുള്ള ബോധം വരികയാണ്. ആരാണ് അള്ളാഹു? നമ്മിൽ കാണാത്ത, നേരിൽ കാണാത്ത, കണ്ണുകൊണ്ട് കാണാത്ത ഈ റബ്ബ് ആരാണ് എന്ന് സലീഹ ആലോചിച്ചിട്ട് സലീഹയുടെ മനസ്സു മാറി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ 3 വിഭാഗമായി നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ജീവിതം കേവലമായി ജീവിച്ചു തീർക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ജീവിതം ആസ്വദിക്കുന്നവരാണ് കുറേ ആളുകൾ. എല്ലാ ഘട്ടത്തിലും ജീവിതത്തെ അനുഭവിക്കുക, ആസ്വദിക്കുക. പ്രത്യേകിച്ച് ഒരു നിഷ്ഠയോ ഒരു ചിട്ടയോ ഒരു നിലപാടോ ഒന്നുമില്ലാതെ ജീവിതം ജീവിച്ചു തീർക്കുക എന്ന് തീരുമാനിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. അതാണ് ഒന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ആളുകൾ ജീവിതം കൂടുതൽ പണവുമായി ബന്ധപ്പെടുത്തി ജീവിക്കുന്നവരാണ്. എപ്പോഴും അവർ പൈസയെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണ്? അവർ ജീവിതത്തെ ഗൗരവത്തിൽ കാണുന്നവരാണ്. ജീവിതത്തെ ഗൗരവത്തിൽ കാണുകയും ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും നാളെ പാരത്രികമായ ഭവനത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്തു വെക്കാൻ കഴിയണമെന്ന് വിചാരിക്കുന്നവരാണ് ആ മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്. അതിൽ ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ പരിശ്രമിച്ചാൽ ഈ തസ്കിയത്ത് സംഗമം വിജയിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ജീവിതത്തെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, അടയാളങ്ങളുണ്ട്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും അധുനാധുനമായ വാർത്തകൾ എന്താണ് എന്നത്. അതിൽ ജീവിതത്തിൽ ഗൗരവത്തെ കാണുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് എന്നും ഏറ്റവും സുഖകരമായി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. കാരണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അള്ളാഹു പറയുന്നുണ്ടല്ലോ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്നാലോചിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വീണ്ടും പേടിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നു എന്നാണ്. അപ്പം നാളേക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെയുടെ ലോകം മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ഖബറിനെ കുറിച്ച് കേരളത്തിൽ ജീവിച്ച മഹാനായ ഒരു അറബി പണ്ഡിതൻ, ഭാഷാ വിശാരദൻ എഴുതിയിട്ടുള്ള വരികളാണത്. മേടയ്ക്കു പകരം മാളം. നമ്മളിപ്പോൾ ഈ എത്ര സുഖകരമായിട്ടാണ് ഈ ഉണ്ണിയാലിലെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ അന്തരീക്ഷത്തെ വിറപ്പിക്കുന്ന മൈക്കും ഈ ഇവിടെ പ്രകാശം ചൊരിയുന്ന ലൈറ്റും നമ്മുടെ ശ്വാസ പ്രക്രിയയിലേക്ക് തണുപ്പ് നൽകുന്ന വെന്റിലേഷനും ഒക്കെയായി എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാലോ ജീവിതത്തിൽ നമുക്കുള്ള ഒരു കഷ്ടപ്പാട്, ദുരിതം, പ്രയാസങ്ങൾ
കേരളത്തിലെ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളിൽ എത്ര മനുഷ്യർക്കാണ് കോടികളുടെ രൂപയുടെ വീട് നഷ്ടപ്പെട്ടത്? ഒറ്റ നിമിഷം കൊണ്ട് വീട് നഷ്ടമാവും. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ രോഗത്തിനടിമയാണ് എന്ന് ബോധ്യപ്പെടും. ഒരൊറ്റ യാത്രയിൽ, ഒരു വളവിൽ, ഏത് വളവിലാണ്, ഏത് നടുറോട്ടിൽ വെച്ചാണ് നമ്മളുടെ ജീവൻ പൊലിഞ്ഞു പോവുക എന്നറിയാത്ത രൂപത്തിൽ ഹ്രസ്വമായ ഒരു ജീവിത കാലയളവിലേക്കാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. എന്നാൽ ഇന്നത്തെ മനുഷ്യർക്ക് ദീനോ, കുട്ടികൾ പറയും മതത്തിൽ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, മതത്തിൽ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, എല്ലാം ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊയിലാണ്ടിയിൽ കയറുകയാണ്. ഇതുപോലെ ഒരു പ്രസംഗ പരിപാടിക്ക് പോയ സന്ദർഭത്തിലാണ് അവിടുത്തെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഡ്രസ്സ് എടുത്തിട്ടില്ല വീട്ടിലെ ആളുകൾക്ക്, അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ഡ്രസ്സ് എടുക്കണം, ഒരു കടയിൽ പോകണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ കട ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതിൽ പോയാൽ മതി. അപ്പോൾ ഞാൻ ആ കടയിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ എടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 23 വയസ്സായ ഒരാൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് കുറച്ച് സംഗതികൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ 23 വയസ്സുള്ള ഒരാൾക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു, നാടനാണോ അതല്ല വെസ്റ്റേൺ ആണോ എന്ന്. സാറാ നമ്മുടെ നാട്ടിൽ നാടൻ മീൻ വന്നെന്നാണ് പറയാം, അല്ലെങ്കിൽ ഒമാനി മത്തി വന്നെന്ന് പറയും, നാടൻ മീനാണെന്ന് പറയും. ഇപ്പം നാടനാണോ വെസ്റ്റേൺ ആണോ? അപ്പോൾ ഞാനൊരു BA ഇംഗ്ലീഷ് ബിരുദധാരി ആയതുകൊണ്ട് വെസ്റ്റേൺ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനോട് എനിക്കൊരു താല്പര്യം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വെസ്റ്റേൺ മതി. അപ്പം ഞാൻ ഈ കടയിലേക്ക് 2 ഭാഗത്തേക്ക് നോക്കുകയാണ്. ഒരു ഭാഗത്ത് നാടൻ, ഒരു ഭാഗത്ത് വെസ്റ്റേൺ. നാടൻ്റെ അവിടെ ഒരൊറ്റ കുട്ടിയില്ല, ഒരൊറ്റ ആളും നാടൻ്റെ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ മനോഹരമായിട്ട് അവിടെ ഉണ്ട്. വെസ്റ്റേണിൻ്റെ അവിടെ പിടിയും പറയാണ്. ഒരാൾ അവിടുന്ന് പിടിച്ച് വലിക്കുമ്പോൾ വേറെ ആൾ ഇവിടുന്ന് വലിക്കുകയാണ്, ഒരാൾ കഴുത്ത്. അതായത് അപ്പം ഞാൻ 23 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ഡ്രസ്സേ ഉള്ളൂ. ഇതാണ് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാവരോടും വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ അപ്പുറത്ത് പോയിട്ട് നല്ല ഡ്രസ്സ് എടുത്ത് ഏറ്റവും സുരക്ഷിതമായി ഇറങ്ങിപ്പോകുന്നവരും, തീരെ സുരക്ഷിതമല്ലാത്ത ഈ വസ്ത്രം എടുത്തിട്ട് വലിയ പണം കൊടുത്ത് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഞാൻ നേരത്തെ സാബിർ നവാസ് സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങനെ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. വളരെ ചെറിയ വസ്ത്രം ധരിച്ച് ലജ്ജയുടെ, നാണത്തിൻ്റെ ഒരു അംശവുമില്ലാതെ ജീവിക്കുന്ന, കന്നുകാലി തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ മാത്രം സാധിക്കുന്ന വിധത്തിൽ വസ്ത്രത്തെ കാണുന്നവരായിട്ട് പുതിയ തലമുറ മാറുകയാണ്. അള്ളാഹു നാളെ ഇതൊക്കെ ചോദിക്കൂട്ടോ. എല്ലാ മാതാപിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കുക. നമുക്കാരാ റിസ്ക് തെളിങ്ങുന്നത്? ഇറാഖിൽ ബോംബ് വർഷിച്ചു അമേരിക്കയും ഇസ്രയേലും. ഇസ്രയേൽ ആദ്യം കൊണ്ടുപോയിട്ട് ഇറാനിൽ ബോംബ് കൊണ്ടുപോയിട്ടാണ്. ബോംബ് കൊണ്ടുപോയിട്ടപ്പോൾ പത്രത്തിൽ വാർത്ത വന്നു, യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, ദ വാർ ഹാസ് ബിഗൺ, ഇതാ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ കാണുന്നത് ഇറാൻ GCC രാഷ്ട്രങ്ങളിൽ മുഴുവൻ കൊണ്ടുപോയിട്ട് ബോംബിടുകയാണ്. അമേരിക്കൻ ബേസുകളിൽ മുഴുവൻ ബോംബിടുമ്പോൾ നമുക്ക് വലിയ വാർത്തകൾ, ആശങ്കകൾ. ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കടൽ മാർഗം പൂട്ടുക, നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്ന പണം ഇല്ലാതെയാവുക, നമുക്ക് പേടിയാവും. മാസം 30,000 40,000 വിദേശത്തു നിന്ന് അയക്കുന്ന പിതാക്കന്മാർ അവിടുന്ന് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പൈസ കിട്ടൂല. അപ്പോൾ നമുക്ക് 30,000 കിട്ടുന്നിടത്ത് 5,000 കിട്ടിയ എങ്ങനെ ഉണ്ടാവും? ഒരു വീട് മുന്നോട്ട് പോവില്ല. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ഔ മുസ്തൗദാഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു റിസ്ക് നൽകാത്ത ലോകത്ത് ഒരു ജീവിയുമില്ല. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ആരാണെന്ന് ചോദിച്ചാൽ തൗഹീദിൽ ഒരാൾ പറഞ്ഞു കൊടുക്കും, അല്ലാഹു എനിക്ക് റിസ്ക് നൽകുന്നവനാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാലറി എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. റിസ്ക് എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നർത്ഥമുണ്ട്, വീട് എന്നർത്ഥമുണ്ട്, കുടുംബം എന്നർത്ഥമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു അധ്യാപകന് ക്ലാസ് എടുക്കാൻ സ്കൂൾ വേണമെങ്കിൽ ആ സ്കൂൾ റിസ്ക്കാണ്. ആ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പ് പാതിരാത്രിയിൽ ഗൃഹപാഠം നടത്തി ഹോംവർക്ക് നടത്തിയിട്ട് പോകണമെങ്കിൽ അതിന് വീടും സാഹചര്യവും ഒരുങ്ങുകയാണെങ്കിൽ അത് റിസ്ക്കാണ്.
ഒരു കച്ചവടക്കാരന് കടയുടെ ഷട്ടർ തുറന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അത് റിസ്ക്കാണ്. ഒരു കർഷകന് തൻ്റെ നെൽപ്പാടത്തിലേക്ക് വിയർത്തൊലിച്ച് ഇറങ്ങിയിട്ട് ആ നെൽപ്പാടം ഉഴുതുമറിച്ചിട്ട് അവിടെ വിത്തുപാകിയിട്ട് അതിൽ നിന്ന് വിത്തുമുളച്ച് പൊന്തി വർണ്ണാഭമായി, അല്ലേ, സുംബുല എന്ന് പറയാറുണ്ട്, ഇങ്ങനെ നെൽക്കതിരികൾ പടർന്നു നിൽക്കുമ്പോൾ അത് റിസ്ക്കാണ്. ഇതൊക്കെ റിസ്ക്കാണ്. അപ്പം അള്ളാഹു നൽകുന്ന റിസ്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹറാമിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഹറാമിന് വേണ്ടി ചെലവഴിക്കരുത്. ഹറാമിന് വേണ്ടി ചെലവഴിച്ചാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പാല് കൊണ്ടേ കൊടുത്തു. പാല് കൊണ്ടേ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് എവിടുന്നാണ്, ഇത് ആരുടേതാണ്, എവിടുന്ന് കൊണ്ടുവന്നതാണ്? ഈ സഹാബിക്കന്നെ ഒരു ഇടങ്ങറ്. സഹാബി പറഞ്ഞു, എന്തിനാ റസൂലേ, ഞാൻ നിങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പാല് കൊടുന്നാണ്. എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു സാധനം ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് തരുമ്പോൾ കുറേ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിനൊരു വിഷമമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, തൊയ്യിബിൽ നിന്ന് മാത്രമേ ഭക്ഷിക്കാവൂ. നീ ധരിക്കുന്ന വസ്ത്രത്തിൽ വഫീഹി ദിർഹമുൻ ഹറാം, നീ ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു ദിർഹം ഹറാമുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല. എത്ര കൃത്യമാണത്! ഹറാമ് ഹറാമും ഹലാല് ഹലാലുമായി കാണേണ്ട ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ പണവിനിയോഗം. 90-കൾക്ക് ശേഷം കുട്ടികൾ പറയാറുണ്ട്, ATM പൈസ ഉണ്ടല്ലോ ഒപ്പാന്ന്. കുട്ടികളുടെ വിചാരം ATM ഇങ്ങനെ പൈസ അട്ടിക്കട്ടിക്ക് കൊണ്ടേ ഇട്ടിരിക്കുകയാണ്, അത് പോകുമ്പോൾ കിട്ടുമെന്നാണ് കുട്ടികളുടെ വിചാരം. ഇപ്പം എന്താ, ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടല്ലോ എന്നാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ട വിധത്തിലധികം പൈസ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോവാണ്. കുറ്റ്യാടിയിലെ ഒരു യുവാവിനെ പിടിച്ചപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്തത് 40 കോടിയുടെ ലഹരിയുടെ ട്രാൻസാക്ഷൻ. 40 കോടി. ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കണമെങ്കിൽ എത്ര കോടി വേണം? 40 കോടി ലഹരി ഉപയോഗിക്കാൻ, അത് വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഒരാളെയാണ് ഇവിടുത്തെ കോഴിക്കോട് പോലീസ് പിടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ശൈത്താൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകാരാണ്, ഇസ്ലാമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകാരല്ല, ഇസ്ലാമിൻ്റെ പ്രസ്ഥാനക്കാരല്ല, ഇസ്ലാമിൻ്റെ ആദർശക്കാരല്ല. അതെല്ലാം ശൈത്താനിൻ്റെതാണ് എന്ന് കൃത്യമായി അള്ളാഹു ഖുർആനിൽ പറയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. പെരുന്നാൾ കുടിയൻ ഇപ്പം ഇറങ്ങും, തിരൂരാളുള്ളത്. നേരെ പോയാൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടത്തുന്ന, ഏറ്റവും അഭിമാനകരമായ നേട്ടം കൊഴിയുന്ന 2 സ്ഥലമാണ് ചാലക്കുടിയും തിരൂരും. ഈ 2 സ്ഥലത്തുമാണ് മദ്യവിൽപ്പന നടത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതാണ് ഈ മതസമൂഹം? ലജ്ജയും നാണവുമില്ല, പണം എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നില്ല. മദീനയിലെ ഏറ്റവും അറിയപ്പെടുന്ന മദ്യവ്യാപാരിയാണ് അബൂ ത്വൽഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ത്വൽഹത്ത് പറയുന്നുണ്ട്, അനസേ, നീ നമ്മുടെ കടയിൽ കള്ളു കുടിക്കാൻ വരുന്നവർക്ക് നന്നായിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കണം എന്നാണ്. മദ്യം, ഇപ്പം മദ്യം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ MDMA, ആഷിഷ്, കൊക്കൈൻ, ഇതൊക്കെ ഇന്നത്തെ ലഹരിയാണ്. ഒരു ക്ലാസ് അടിച്ചു വാരിയിട്ട് ക്യാമ്പസിലെ ഒരു അറിയപ്പെടുന്ന അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ഒരു സ്ത്രീ പറഞ്ഞത്, എനിക്ക് മുഴുവൻ കിട്ടിയത് ലഹരിയുടെ പൊതികളാണെന്നാണ്. പണ്ടൊരു ക്ലാസ് അടിച്ചു വാരി എന്താ കിട്ടുക? പെന്ന് കിട്ടും, പേപ്പറിൻ്റെ കഷ്ടം കിട്ടും, ഇതൊക്കെയാണ്. ലഹരിയുടെ പൊതികൾ, ചുണ്ടിനടിയിൽ ഒളിപ്പിക്കുന്ന ലഹരിയും കുത്തിവെക്കപ്പെടുന്ന ലഹരിയുമായിട്ട് ലഹരിയുടെ പൊതികളാണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുമാത്രമാണോ? കേരളത്തിലെ HIV റേറ്റിൻ്റെ കൂടുതൽ വർധനവ്. കേരളത്തിൽ HIV റേറ്റ് കൂടുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് രക്തത്തിൽ കലരുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് കുത്തഴിഞ്ഞ ലൈംഗികമായ ബന്ധവും, മറ്റൊന്ന് ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച്. HIV ഉപയോഗിക്കുന്ന ഒരാൾ കുത്തിവെച്ച സിറിഞ്ച് മറ്റൊരാൾ കുത്തിവെക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ലൈംഗിക രോഗത്തിൻ്റെയും ലഹരിയുടെയും വ്യാപനമുണ്ടാകുന്നത്. 15% വർധനവാണ്. 100-ൽ ആദ്യം 30 ആണെങ്കിൽ അത് 15% വർദ്ധിച്ചാൽ 100-ൽ 45 ആളുകൾക്ക് HIV പടരുന്നു എന്ന പുതിയ വാർത്തയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വേണം തസ്കിയത്ത് സംഗമത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രതിജ്ഞ എടുക്കണം. എന്താണത്? എൻ്റെ സമ്പത്ത്, അല്ലേ, നമുക്കാരാ സമ്പത്ത് നൽകുന്നത്? യമീനുല്ലാഹി മൽആ,
അള്ളാഹുവിൻ്റെ കരം നിറഞ്ഞിരിക്കുന്നു. GCCയുടെ ഭരണകൂടങ്ങളുടെ ഖജനാവിൽ പണമില്ലെങ്കിലും അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് അന്നം തരും, അള്ളാഹു നമുക്ക് റിസ്ക് തരുമെന്നാണ്. കോവിഡ് കാലത്ത് എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കാലത്ത് 100 കണക്കിന് മനുഷ്യർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആർഭാട ജീവിതം അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്ത 100 കണക്കിന് ആളുകളുണ്ട്. എന്നാൽ അവിടെയും വിശ്വാസി സമൂഹം പിടിച്ചു നിന്നത് യമീനുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ ഖജനാവ്, അള്ളാഹുവിൻ്റെ കരം അത് നിറഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനിന് വിധേയമായി ജീവിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആ അബൂത്വൽഹത്തിനോട് അനസ് അബൂത്വൽഹത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെ ഞാൻ വിൽപ്പന നടത്തേണ്ടത്? അപ്പം മുതലാളിയായ അബൂത്വൽഹത്ത് പറയാണ്, അനസേ, നമ്മുടെ ഈ ബാറിൽ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ കോപ്പയിലേക്ക് ഇങ്ങനെ നോക്കണം. ഏതൊരാളുടെ കോപ്പയിലാണോ മദ്യം കുറയുന്നത് അവർക്ക് കൊണ്ടുപോയിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കണമെന്നാണ്. അപ്പോഴാണ് ഒരു കുട്ടി എന്തോ ചൊല്ലിയിട്ട് ഇങ്ങനെ വരുന്നത്. അതേപോലെ ഇപ്പോൾ കുട്ടികളിൽ കൂടെ ഓടിക്കളിക്കണ്ടല്ലോ, അതേപോലെ ഏതോ ഒരു കുട്ടി എന്തോ ചൊല്ലിയിട്ട് വരുമ്പോൾ അബൂത്വൽഹത്ത് അനസിനോട് പറയാണ്, യാ അനസ് ഇസ്തമിർ മാദാ യഖൂൽ ഫഇന്നഹു മുനാദി റസൂലില്ലാ. അനസേ ഇസ്തമിർ ഫഇന്നഹു മുനാദി റസൂലില്ലാ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഏറ്റുപറയുന്ന കുട്ടിയാണവൻ. അതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കണം അനസേ എന്ന് പറയാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹും അബൂത്വൽഹത്തും ബാറിൻ്റെ ഉള്ളിൽ നിന്ന് ബാറിന് പുറത്തു കൂടെ ഓടി നടക്കുന്ന ആ കുട്ടിയുടെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം തൻ്റെ കർണപുടങ്ങളിലൂടെ ചെവിയിലൂടെ ചേർത്ത് കേൾക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരായത്തിറങ്ങാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ എന്ന ഖുർആന്റെ ചോദ്യം കേട്ടപ്പോൾ അബൂത്വൽഹത്ത് അനസിനോട് പറയാൻ, അനസേ, നീ പോയിട്ട് മഴു കൊണ്ടുവാ. നമ്മളിവിടെ ഈ വിൽക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ച മദ്യപാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ തച്ചുടക്ക്. ആ തച്ചുടച്ചിട്ട് ഇനി ഒരിക്കൽ പോലും നമ്മുടെ ഈ ബാറിൽ നിന്ന് ഒരാളും മദ്യം കുടിക്കില്ലെന്നും, ഒരാളുടെ കൈകൾ കൊണ്ട് മദ്യക്കോപ്പയിലേക്ക് കൈകൾ നീട്ടുകയില്ലെന്നും, ഒരാളുടെ നാവിലൂടെ മദ്യം രുചിക്കപ്പെടുകയില്ലെന്നും അവിടെ വെച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കണം. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഖുർആൻ കേൾക്കുക, സ്വീകരിക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടിക്കുഴഞ്ഞൊരു നയല്ല. സാധാരണ സംസ്കൃതത്തിൽ പറയാറുണ്ട്, ആധേയ ഭാവം സ്വീകരിക്കുക. രണ്ടും കൂടി ഇങ്ങനെ ഹറാമും ഹലാലും ഇങ്ങനെ കൂടിക്കുഴഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മദ്യം അധികം വ്യാപകമായി മുസ്ലിം സമൂഹത്തിലേക്ക് വന്നത്? വിവാഹ വീട്ടിലെ തലേ ദിവസം. ഈ തലേ ദിവസം എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, ആരുണ്ടാക്കിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ വിവാഹ വീട്ടിലും എല്ലാ ആഘോഷങ്ങളുടെയും തലേ ദിവസം വരൻ്റെ സുഹൃത്തുക്കൾക്ക് വരൻ മദ്യം വിളമ്പി കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മദ്യം ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രാർത്ഥന തേടിക്കൊണ്ട് നിക്കാഹിൽ ഏർപ്പെടുന്ന വിവാഹത്തിന് എന്ത് ബർക്കത്താണ് ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാടിൻ്റെ ജീവിതവും സംസ്കാരവും എങ്ങോട്ടാണ് പോകുന്നത്? മക്കളുടെ ചിന്ത എന്താണ്? എറണാകുളത്തെ ഒരു കഫേ കിടന്നിട്ട് ഇങ്ങനെ കുട്ടികൾ കിടന്നിങ്ങനെ പടപടോ എന്ന് കളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ കയറിയിട്ട് ചോദിച്ചു, എന്താണിത്? ഇത് കൊറിയൻ മ്യൂസിക് കാണുക കുട്ടികൾ. കൊറിയൻ മ്യൂസിക് എന്താ? അപ്പോൾ ഈ അധ്യാപകൻ ആ കേൾക്കുന്നതൊന്ന് ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, അർത്ഥരഹിതമായ താളപ്പരപ്പിലൂടെ ജീവിതത്തിൻ്റെ ഉന്മാദത്തിൻ്റെ ലോകത്ത് നൃത്തം ചവിട്ടുന്ന ആധുനിക കൗമാര യൗവനങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ പർദ്ദ, ക്യാമ്പസിലെത്തിയ വേറൊരു വേഷം. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ പർദ്ദ, ക്യാമ്പസിലെത്തിയ വേറൊരു വേഷം. 100 കണക്കിന് കോസ്റ്റ്യൂമുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധം മറക്കാണ്. മാളുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മാളിങ്ങനെ പൊന്തല്ലേ, മാള് പൊന്തിക്കോട്ടെ, നല്ലതാ. പക്ഷേ ഏറ്റവും വലിയ മാളിൻ്റെ ഉള്ളിൽ ഒരു നമസ്കാരത്തിൻ്റെ കേന്ദ്രം ഉണ്ടാവും. അക്മിസ് സ്വലാത്ത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നിങ്ങളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് നിങ്ങളെ തടയുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ ആ നമസ്കാരത്തിൻ്റെ പള്ളിയിലേക്ക്, മസ്ജിദിലേക്ക്, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ വഅന്നൽ മസാജിദ ലില്ലാ, ആ പള്ളിയിലേക്ക് പോകാൻ മനസ്സില്ല. ബാക്കിയുള്ള എല്ലാ സംഗതിക്കും മനസ്സുണ്ട്, സമയമുണ്ട്, സാഹചര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ കസിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? അമ്മായിൻ്റെ മക്കളും പേരക്കിടാങ്ങളും
അവരും ഇവരും കുടുംബക്കാരും എന്ന് പറഞ്ഞിട്ട് ലോകം ചുറ്റാനാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല, ഇസ്ലാമിയുടെ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ സൗന്ദര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. നിയന്ത്രണമാണ്. ഇസ്ലാം എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് സംരക്ഷണത്തിനാണ്, ആസ്വാദനത്തിനല്ല. ഇസ്ലാമിൻ്റെ എന്ത് നിയമം നിങ്ങൾ എടുത്തു നോക്കൂ, അത് കുടുംബ സംരക്ഷണമായിരിക്കും, വ്യക്തി സംരക്ഷണമായിരിക്കും, അതുപോലെ തന്നെ സാമൂഹിക സംരക്ഷണമായിരിക്കും, രാജ്യത്തിൻ്റെ സംരക്ഷണമായിരിക്കും, രാജ്യാന്തരീയമായ സംരക്ഷണമായിരിക്കും. എല്ലാവർക്കും സംരക്ഷണം ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പോൾ വിവാഹം അതാണ്, സംരക്ഷണമാണ്. മനുഷ്യൻ്റെ ധാർമ്മികത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂസുഫ് നബിയെ ഒരു പെണ്ണ് ഒരു അവിഹിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വല്ലാത്തൊരു ക്ഷണമാണ്. ആധുനിക ലോകത്ത് മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ ലോക രാഷ്ട്രങ്ങളും ലോകരാജ്യ സമൂഹങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് പെണ്ണിനെ വിൽപ്പന ചരക്കാക്കുക. എവിടെ കൊണ്ടുപോയിട്ടും സെക്സ് റാക്കറ്റുകളെ വർദ്ധിപ്പിക്കുക, എന്നിട്ട് വലിയ സംഖ്യകൾ മേടിച്ചെടുക്കുക ആളുകൾക്കിടയിൽ നിന്ന്, മനുഷ്യൻ്റെ ധാർമ്മികത നശിപ്പിക്കുക. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ചരിത്രമുണ്ട്. എന്താണത്? യൂസുഫ് നബിയെ ഒരു പെണ്ണ് സലീഹ തൻ്റെ മണിയറയിലേക്ക് ക്ഷണിക്കുകയാണ്. വാതിലടച്ചുകൊണ്ട് എൻ്റെ മിനുമിനുത്ത മെത്തയിലേക്ക് കടന്നു വരൂ യൂസുഫേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ സലീഹയുടെ മുഖത്ത് നോക്കിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, സലീഹ, നീ ആരോഗ്യമുള്ള സ്ത്രീയാണ്, നീ സൗന്ദര്യമുള്ള സ്ത്രീയാണ്, നീ അധികാരമുള്ള സ്ത്രീയാണ്. പക്ഷേ നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹത്തിന് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുതരില്ല. നിന്റെ ശരീരം ആഗ്രഹിച്ചൊരാഗ്രഹം ഉണ്ടല്ലോ, നിന്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ പരസ്പരം ചൂടുപകരണം എന്ന ആഗ്രഹത്തിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുതരില്ല. നീ എന്നെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി തള്ളിക്കോളൂ. ആ ജയിലാണ് എനിക്ക് ഉത്തമം. എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നാണ്. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളും എൻ്റെ കണ്ണിൻ്റെ കള്ളനോട്ടവും എൻ്റെ റബ്ബറിയുന്നുണ്ട്. സലീഹ, നീ വേണമെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയി തള്ളിക്കോളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സലീഹയുടെ മനസ്സിലേക്ക് രക്ഷിതാവിനെ കുറിച്ചുള്ള ബോധം വരികയാണ്. ആരാണ് അള്ളാഹു? നമ്മിൽ കാണാത്ത, നേരിൽ കാണാത്ത, കണ്ണുകൊണ്ട് കാണാത്ത ഈ റബ്ബ് ആരാണ് എന്ന് സലീഹ ആലോചിച്ചിട്ട് സലീഹയുടെ മനസ്സു മാറി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ് വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ്. സലീഹയുടെ മനസ്സു മാറിയതാണ്. കാരണം എന്താ? യൂസുഫ് നബി പറയാണ്, എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, എന്നെ ജയിലിൽ കൊണ്ടുപോയി തള്ളിക്കോളൂ. ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാർമ്മികത. ആരാണ് ഏറ്റവും നല്ല സമൂഹം എന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ല സമൂഹം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സംഘനൃത്തം ചവിട്ടുന്ന, അവർക്ക് എത്രത്തോളം പണം വേണോ അത് എറിഞ്ഞു കൊടുക്കുന്ന, അധാർമികതയുടെ രാക്കിളി കൂട്ടങ്ങൾ ആകാശത്തിൻ്റെ താഴെ വട്ടമിട്ട് പറക്കുന്നത് പോലെ ഈ ഭൂമിയുടെ മുകളിൽ കിടന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ അധാർമികതയുടെ ലോകത്ത് നൃത്തം ചവിട്ടിയിട്ട് മദ്യം ഉപയോഗിച്ചുകൊണ്ട്, രാസലഹരികൾ ഉപയോഗിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ ധാർമ്മികത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉമ്മയെ മറന്ന്, ഉപ്പയെ മറന്ന്, ഉപ്പയുടെ സമ്പാദ്യത്തെ മറന്ന്, ഉമ്മയുടെ നമസ്കാരത്തിലെ, ഉമ്മയുടെ മുസല്ലയിലെ പ്രാർത്ഥനകൾ മറന്നുകൊണ്ടാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു നടത്താൻ ഈ തസ്കിയത്ത് സംഗമം നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഏതാണ് ഉത്തമമായ സമൂഹം എന്ന് പറഞ്ഞാൽ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ഉത്തമ സമുദായം. തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരൊറ്റ കാര്യമുള്ളൂ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കാൻ നിന്നാൽ നമുക്ക് ആളുകൾക്കിടയിൽ നിന്ന് പ്രയാസം ഉണ്ടാവും. ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടില്ല. ആ ഇഷ്ടപ്പെടലല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടോ? അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഒരു വിമാന ദുരന്തം ഉണ്ടായി. വിമാന ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രയാസം എത്രയാണ്. വിമാന ദുരന്തത്തിൽ തൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആളുകൾ മരിക്കുന്നത് കണ്ട് ബോധം പോയ ഒരു സഹോദരി പറയാണ്, ആ തീയെങ്ങാനും എന്നിലേക്ക് എത്തിയിരുന്നു എങ്കിൽ അവസാനത്തെ നിമിഷത്തിൽ ഞാൻ ആലോചിച്ചത്, എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ തൊട്ട് രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നവർ അതിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു. എന്നാൽ ആ തീയെങ്ങാനും എന്നിലേക്ക് വന്നിരുന്നുവെങ്കിൽ
ഞാൻ ആ സമയത്ത് പൊടുന്നനെ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എവിടെയായിരിക്കും? അവസാനത്തെ ചിന്ത അതാണ്. ഞാൻ വരുന്നത് പെരിന്തൽമണ്ണയെന്നാണ്. എത്ര ആളുകൾ നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ടിട്ടുണ്ട്? ഒരുപാട് ആളുകൾ, പറഞ്ഞാൽ തീരൂല. സുഹൃത്തുക്കളുടെ ഉമ്മമാർ പലരും ആരും ഖുർആനെ ഗൗരവത്തിൽ സമീപിക്കൂല, ഖുർആൻ പഠിക്കൂല, വായിക്കൂല, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കൂല, ഖുർആൻ പകർത്തൂല, പഠിപ്പിച്ചു കൊടുക്കൂല, തദബ്ബുറാക്കൂല, അത് ഹിഫ്ളാക്കൂല, അതിൽ വിശ്വസിക്കൂല, അത് ഇസ്തിമാഅ് ചെയ്യൂല. അവസാനത്തെ കാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിന്ന്, കിടപ്പറയിൽ നിന്ന് ആശുപത്രിയിലേക്കും ആശുപത്രിയിൽ നിന്ന് ഖബറിലേക്കുമുള്ള യാത്ര ഉറപ്പിച്ച് തീർക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർ പറയും ഖുർആൻ കൊടുന്നേരണമെന്ന്. അപ്പോഴാണ് ഖുർആൻ കൊടുന്നേരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവിതം എന്ന് പറയുന്നത് ഊതിടുന്നു കാഹളത്തിൽ അന്ത്യനാളിസ്റാഫീൽ, തൽക്ഷണം മാതാവലിയ കാറ്റടിക്കും പാരിൽ, കാറ്റിനാലെ ഭൂമിയാകെ ധൂളിയായി മാറും, കാറ്റിലാടും വൻമരങ്ങൾ പാറ്റകൾ പോൽ വാനിൽ. അവസാനത്തെ സമയത്ത് ലോകം ഇങ്ങനെ അള്ളാഹു പറയണം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അള്ളാഹു പറയാണ്, ഭൂമി ഇങ്ങനെ സുൽസിലത്ത്, കമ്പനം, ചെറിയ കമ്പനം, വലിയ കമ്പനം, ഭൂമി ഇങ്ങനെ ഉഴുതുമറിയപ്പെടുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നഷ്ടമാകുന്ന ഒരു സമയത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ അടുത്ത് ഞാൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, എന്നെ സങ്കടപ്പെടുത്തിയൊരു വാർത്ത എന്താണെന്നറിയോ? ഒരു ഉമ്മയെ ഒരു മോൻ കൊല്ലുകയാണ്. ഒരു ഉമ്മയെ ഒരു മോൻ കൊല്ലുകയാണ്. ഒരു ഉമ്മയെ ഒരു മോൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തെന്താ ഉള്ളത്? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ ഉള്ളത്? നമ്മളിവിടെ തസ്കിയത്ത് സംഗമത്തിൽ വന്നിരിക്കുന്നത് എന്തർത്ഥം ഉള്ളത്? ഒരു ഉമ്മയെ സ്വന്തം മോൻ കൊന്നിട്ട് പറയാണ്, എന്നെ പ്രസവിച്ചതിനും എന്നെ പോറ്റി വളർത്തിയതിനും ഞാൻ എൻ്റെ ഉമ്മാക്ക് പകരം കൊടുത്തു. എന്നെ പ്രസവിച്ചതിനും എന്നെ പോറ്റി വളർത്തിയതിനും ഞാൻ എൻ്റെ ഉമ്മാക്ക് പകരം കൊടുത്തു എന്നാണ്. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം നോർത്തോളീം, ഉദിമതിയാ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിലുറച്ചോളീം, അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.